വാട്ട് ഈസ് മെനോപോസ്? ആർത്തവ വിരാമം. പെർമനൻറ്റ് സ്റ്റോപ്പേജ് ഓഫ് മെൻസ്ട്രേഷൻ ഈസ് കാൾഡ് മെനോപോസ്. എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞിട്ട് ഒരു 12 months മെൻസ്ട്രേഷൻ വന്നില്ലെങ്കിൽ അതിനെ മെനോപോസ് എന്ന് പറയാം. ഈ മെനോപോസ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഓവേറിയൻ ഫെയിലിയർ വരും, ഓവറിലെ ഫോളിക്കിൾസ് കുറയും, അപ്പോഴവിടെ നിന്ന് വരുന്ന ഹോർമോൺസ് കുറയും, അങ്ങനെ ഈസ്ട്രജൻ ലെവൽ കുറയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈസ്ട്രജൻ ലെവൽ കുറയും, പ്രൊജസ്ട്രോൺ ലെവലും കുറയും. മെയിൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ FSH ലെവൽ കൂടിയിരിക്കും, എബോവ് 40 വരെ ആവാം. മെനോപോസിന് 3 ഘട്ടമായി തിരിക്കാം: പ്രീ മെനോപോസ്, മെനോപോസ്, പോസ്റ്റ് മെനോപോസ്. മെയിൻ ഏജ് എന്ന് പറയുന്നത് 51 years ആണ്. 45 to 53 years വരെ ആകാം. ഇനി വേറൊരു കണ്ടീഷനുണ്ട്, പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ. പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അത് 40 yearsന് താഴെ മെനോപോസ് ആവും. 1% പോപ്പുലേഷനിൽ അത് കാണും. പേഷ്യൻ്റ് ഇതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലഷസ്, നൈറ്റ് സ്വെറ്റ്സ് ഒക്കെ പറഞ്ഞ് പേഷ്യൻ്റ് വരും. ഇത് നല്ലവണ്ണം പേഷ്യൻ്റ് ചൂട് അനുഭവപ്പെടും. 1 to 5 minutes ലാസ്റ്റ് ചെയ്യും. അത് മിക്കവാറും 2/3 പോപ്പുലേഷന് അനുഭവപ്പെടുന്നതാണ്. കുറച്ച് ബ്ലാഡർ സിംറ്റംസ് ആയിട്ട് പേഷ്യൻ്റ് വരും. എന്ന് പറഞ്ഞാൽ അർജൻസി ഓഫ് യൂറിനേഷൻ, ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിനേഷൻ, അറിയാതെ പെട്ടെന്ന് മൂത്രം പോവും, മൂത്രം ഒഴിക്കാൻ വേദന, ഇങ്ങനെ ഫീൽ ചെയ്യും. വേറൊരു കൂട്ടം ആൾക്കാർ സെക്സ്വൽ പ്രോബ്ലംസ് ആയിട്ട് വരും, ബന്ധപ്പെടാൻ പ്രയാസമായിട്ട്, ഡ്രൈനെസ് ഓഫ് വജൈനയിൽ ആൽക്കലൈൻ pH കൂടുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷനായിട്ടും പേഷ്യൻ്റ് വരാറുണ്ട്. കുറേ പേഷ്യൻസ് വരുന്നത് ഉറങ്ങാൻ ഭയങ്കര പ്രയാസം, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, മൂഡ് ചേഞ്ചസ്, ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ബ്രസ്റ്റ് പെയിൻ ചില പേഷ്യൻസ് പറയും. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ നമുക്കിതിനെ ഒരു പരിധിവരെ ഈ സിംറ്റംസ് കുറയ്ക്കാൻ പറ്റും. റെഗുലർ എക്സസൈസ്, ഗുഡ് ആൻഡ് ഹെൽത്തി ഫുഡ്, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, നല്ല ഉറക്കം, ഗുഡ് സ്ലീപ്പ്.